ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നേ. അപ്പോൾ രാവിലെ പരിപ്പും താളും കൂടി അരച്ച് കൂട്ടി വെക്കാമെന്ന് കരുതി കേട്ടോ. അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് കുഞ്ഞിക്കുട്ടൻ എന്നെ കണ്ട് ഓടി അങ്ങ് വരുവാണ് കേട്ടോ. അപ്പോൾ അനിയൻ വന്ന് എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ തലേദിവസം വെള്ളത്തിലിട്ട പരിപ്പൊക്കെ കഴുകി വാരി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് താളരിഞ്ഞ് വെക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ താളും പരിപ്പും കൂടിയിട്ട് കറി വെക്കണേ. കാരണം ഇങ്ങോട്ടേക്കൊന്നും ഇങ്ങനെ ഈ ചേമ്പിൻ്റെ താളൊന്നും കിട്ടാനില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പെരുവേന്ന്. കഴിഞ്ഞ ദിവസം ആൻറ്റീനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ താളും ഇലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് കപ്പളങ്ങയും പിന്നെ കുറച്ച് മുരിങ്ങയുടെ ഇലയും ചേമ്പിൻ്റെ താളും ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താള് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വന്ന അന്ന് തന്നെ ഇത് കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ ചേമ്പിൻ്റെ താള് ഇല തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ തിണ്ണേ വന്നിരുന്നതൊക്കെ അരിയുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്തൊരു പാത്രം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അതൊക്കെ എടുത്ത് തന്നു. ഞാനിവിടെ ഈ തിണ്ണയിൽ ടയറിട്ടതിന് ശേഷം ഇവിടെ ഇരുന്നാണ് കേട്ടോ പച്ചക്കറിയൊക്കെ അരിയുന്നത്. അതാകുമ്പോൾ കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. അകത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയിരുന്ന് അരിയേണ്ടി വരും കാറ്റൊക്കെ കൊണ്ട്. അങ്ങനത്തെ അവിടെ ഇരുന്ന് പെട്ടെന്ന് അതൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ ചോറാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ അരിഞ്ഞതിന് ശേഷം നേരെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താളും പരിപ്പും കൂടിയിട്ട് ഏകദേശം 3/4 ഭാഗത്തോളം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് വറുത്തിടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്താണെങ്കിൽ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ കൂടി പൊട്ടിച്ച് ആ കൂടെ അരപ്പും ഒഴിച്ചതിന് ശേഷം നേരെ താള് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അരപ്പൊക്കെ കൂട്ടി തൊട്ടപ്പുറത്ത് ഞാനാണെങ്കിൽ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ താളും പരിപ്പും കറിയൊക്കെ നല്ല കുറുകി റെഡിയായിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ തലേദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പാറുണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി വെച്ചു. അതിനൊക്കെ ശേഷം ഞാൻ പുറത്തേട്ട് വന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും അനിയനും ഇവിടെ പിള്ളേർ വഴക്കായത് കാരണം മുറ്റം വഴിയൊക്കെ ഓടി നടപ്പണ്ടേ. ഇനിയിപ്പോൾ വല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടനൊക്കെ കുറച്ച് മണ്ണെടുത്തിടാനായിട്ട് പോകും കേട്ടോ. നമ്മുടെ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വഴിയൊക്കെ മോശമായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ചേട്ടനൊക്കെ വഴിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം കൂടെ അമ്പാടിയും പോയി. അപ്പോൾ ഞാനാണ് അവനെ വിളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. പിന്നെ വണ്ടി പോണ റോഡൊക്കെ അല്ലേ. അപ്പോൾ അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ അവർക്കും ശ്രദ്ധ കിട്ടത്തില്ല കേട്ടോ. ഈ മണ്ണെടുത്ത് ഇടുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനത്തെ മണ്ണൊക്കെ എടുത്തിടുവാണ് കേട്ടോ. അപ്പം കുറച്ച് ഭാഗത്ത് 2-3 ദിവസം മുന്നേ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എടുത്തിടാൻ പറ്റിയില്ല. കാരണം ചേട്ടനൊക്കെ പണിയുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വീട്ടിൽ ഇരിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ രാത്രിക്ക് വന്നിട്ടൊക്കെ എടുത്തിടലൊക്കെ പാടാം. ഇവിടെ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് അവധി കിട്ടിയപ്പോഴത്തേക്കും ഇന്നങ്ങ് എടുത്തിടാമെന്ന് കരുതി അങ്ങനെ എടുത്തിടുവാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെ കുഴിഞ്ഞ് നാശമായിട്ട് കിടക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഇടുന്നുള്ളൂ. കാരണം മൊത്തത്തിൽ അങ്ങ് ഇടൽ ഭയങ്കര പാടാണ്. ഒന്നാമത് ഈ ട്രോളിയും കൊണ്ട് ഈ വഴി കൂടെ ഇങ്ങനെ വരവൊക്കെ പാടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ട്രോളിയാണ് ഇപ്പോൾ എടുത്തത്. കഴിഞ്ഞ ദിവസം മണ്ണിട്ടപ്പോഴത്തേക്കും വലിയൊരു ട്രോളിയായിരുന്നു എടുത്തത്. അന്നേരം ഇത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ കുഞ്ഞു ട്രോളിയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായ താമസമുണ്ട്. പിന്നെ പറ്റുപോലെയൊക്കെയാണ് കേട്ടോ എടുത്തിടുന്നത്. അപ്പോൾ ഇവിടെ ആന കരിമ്പും കാട്ടി കയറിയ പോലെ കിടക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും വന്നിട്ട് ഇവിടെ കിടന്ന ചുള്ളിയൊക്കെ ഒടിച്ചെടുത്തതാണ് ഇങ്ങനെ ഈ പരുവത്തിൽ കിടക്കണത്. അങ്ങനത്തെ അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അമ്പാടി വിളിച്ചിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല കേട്ടോ. ഭയങ്കര കുസൃതി. അവനിങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു കൊട്ടയും ചുമന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണ് അവരുടെ കൂടെ. അപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് നേരം കൊച്ചിനായിട്ട് നിൽക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്പാടിയായിട്ട് വീട്ടിലോട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്പാടി കുറേ കിടന്ന് കരഞ്ഞു. അതിനൊക്കെ ശേഷം ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈക്കത്തമ്പലത്തിൽ പോവാണേ. അപ്പോൾ ചേട്ടൻ കുഞ്ഞിക്കുട്ടനെ ആയിട്ട് ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് അടിക്കുവാണ് കേട്ടോ. പകലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലോ. അപ്പോൾ ഞാനും അമ്പാടിയും പുറകെ പോകാമെന്ന് കരുതി. അപ്പോൾ ചേട്ടനെയും കുഞ്ഞിക്കുട്ടനെയും കൊണ്ടാക്കിയിട്ട് അനിയൻ വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങളും അങ്ങോട്ടേക്ക് പോകുവാണ്. ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് വൈക്കത്തമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങളും പോകുവാണ്. അപ്പോൾ ചേട്ടനും കുഞ്ഞിക്കുട്ടനും കൂടിയിട്ട് പകുതി വഴിയിൽ കൊണ്ട് ഇറക്കിയായിരുന്നു. അപ്പോൾ അവർ നടന്ന് ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇനി ഒരുമിച്ച് പോകുന്നത്. കാരണം ഇവിടെ പോലീസിൻ്റെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല, ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഒന്നിച്ച് പോകുന്നത്. ഞങ്ങൾ മെയിൻ റോഡ് വഴിയാണ് സാധാരണ പോകാറ്. പക്ഷേ അതിലേ പോകുമ്പോഴത്തേക്കും ചേട്ടനെയൊക്കെ വൈക്കം വരെ കൊണ്ടാക്കിയതിന് ശേഷം കേട്ടോ
കേട്ടോ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് താമസമുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ വൈക്കത്ത് വന്നു. അപ്പോൾ നേരെ പാർക്കിൽ കയറാമെന്ന് കരുതി കേട്ടോ. മെയിനായിട്ട് അമ്പാടീനെ പാർക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് തന്നെ. അപ്പോൾ ദേ പാർക്കിലേക്ക് നടക്കുവാണ് കേട്ടോ ഞാനും കുഞ്ഞിക്കുട്ടനും കൂടിയിട്ട്. അപ്പോൾ ദേ ചേട്ടനൊക്കെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിക്കുട്ടനും അമ്പാടി ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. അമ്പാടി കുഞ്ഞായിരുന്നപ്പോൾ തന്നെയുള്ള ആഗ്രഹമായിരുന്നു അവനെ പാർക്കിൽ കൊണ്ടുപോകാനും ഇതൊക്കെ കാണിക്കണം എന്നുള്ളത്. ചില വീഡിയോയിൽ പിള്ളേരൊക്കെ ഊഞ്ഞാലാടണം കാണുമ്പോഴത്തേക്കും എപ്പോഴും കരച്ചിലും വഴക്കാണ് കേട്ടോ. ഊഞ്ഞാലാടണം. പക്ഷേ അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയേ. എന്ത് ചെയ്താൽ കയറത്തില്ല കേട്ടോ. കുറേ പറഞ്ഞ് അവിടെ കയറിയിരുന്നോ വീഴത്തില്ല, കൊച്ചിനെ ആട്ടിത്തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ദേ അനിയനും കൂടെ കയറിയിരുന്ന് അവനെ മടി ഇരുത്തിക്കൊണ്ട് ആടുവാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ ഈ വട്ടത്തിലെ ഈ പുലി പൂച്ചയുടെ ഒക്കെ ഉള്ളൊരു സൈസ് ഊഞ്ഞാലെ അമ്പാടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാറിക്കൂവി ബഹളം വെച്ചൊരു പരുവായി. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഒരു റൗണ്ടും കൂടെ അങ്ങ് വിട് എന്നിട്ട് അതിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആളെ എടുത്താൽ മതി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ അവൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പം ഇങ്ങനെ മുതിർന്നവർക്ക് കയറി ഇരിക്കാൻ പറ്റത്തില്ലോ, കൊച്ചു പിള്ളേർക്കല്ലേ കയറി ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരുവിധം അവിടെ ഇരുന്ന് കരഞ്ഞിലും കഴിഞ്ഞിട്ട് ദേ എഴുന്നേറ്റ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ക്യാമറ ചാരി വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഒരു കുഞ്ഞ് ട്രൈപോഡ് ഉള്ളതാണ്, പക്ഷേ എടുത്തില്ല, വേറൊരു ബാഗിലായിപ്പോയി, മറന്നുപോയി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫോണൊക്കെ ചാരി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ കിട്ടത്തില്ല, അവരെ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ മാറ്റി ഫോൺ വെച്ചത് കേട്ടോ. ഇവിടെ ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ അഷ്ടമി തിങ്കളാഴ്ച കൊടിയേറുവാണ്. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് അങ്ങോട്ടേക്ക് നല്ല തിരക്കായിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് അടുക്കാനേ പറ്റത്തില്ല കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ വാതിലേ പോലും വരാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരിക്കും കേട്ടോ. അങ്ങനത്തെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ എടുക്കുവാണേ. എനിക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ കൂടുതലായിട്ട് വീഡിയോയിലൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇവരുടേതായ സന്തോഷങ്ങളൊക്കെ കൂടുതലും പകർത്തിയെടുക്കും കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് കയറി ഇരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കുട്ടനെ കയറി ഇരുത്തി. ഒരു വഴക്കും ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞിക്കുട്ടൻ ആസ്വദിച്ചിരിക്കുമായിരുന്നു അവിടെ. പിന്നെ കൂടെ ഒരാൾ നടന്നിങ്ങനെ കറക്കി വിടണം, കാരണം ആൾ അങ്ങനെ ഇരിക്കാറായില്ലല്ലോ, ബാലൻസ് ആയില്ല. അതുകൊണ്ട് തന്നെ അനിയൻ ഇങ്ങനെ കുറേ നേരം അവനെ കറക്കിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. കാരണം പിള്ളേരുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുണ്ടോ. കാരണം ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ പാർക്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിനും ഒക്കെ കൊണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് ഞാൻ പറയണതാണ് അമ്പാടിനെ പാർക്കിൽ കൊണ്ടുപോകണം എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇന്നാണ് കേട്ടോ നമുക്ക് സാധിച്ചത്. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തു തരുന്നത് ചേട്ടനാണ്. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ വെറുതെ അവിടെ നിൽക്കുക. എന്തായാലും അമ്പാടി ഓടി നടക്കുക, കുഞ്ഞിക്കുട്ടനും അനിയൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ എൻ്റെ ഇങ്ങനെ വീഡിയോ ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു കേട്ടോ. സാധാരണ ചേട്ടൻ അങ്ങനെ ഫോൺ പിടിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് വശമില്ലാത്ത ആളായതുകൊണ്ട് ഇങ്ങനെ ഫോൺ ഷെയ്ക്കാവും, പിന്നെ ഒരുപാട് ഇങ്ങനെ കിടന്ന് ചലിക്കും, അതുപോലെ ഒരു മങ്ങലൊക്കെ ഉണ്ടാകും. അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുപ്പിക്കാറില്ലേ. അപ്പോൾ ചേട്ടൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തേ. അമ്പാടി മടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയത്. കാരണം അവനോട് ചോദിച്ചു ഇനി ഒത്തിരി നേരം ഇരിക്കണോ അല്ലെങ്കിൽ ഊഞ്ഞാലേ കയറണം എന്നൊക്കെ കുറേ നേരം ചോദിച്ചേ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും അവന് ബോട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കായലിൻ്റെ സൈഡിലേക്ക് വന്നു കേട്ടോ. പാർക്കിൻ്റെ ആ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ. തൊട്ടപ്പുറത്താണ് ബോട്ട് ജെട്ടി, അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഈ ഒരു സൈഡിൽ വന്ന് നിന്ന് ആ കായലും ബോട്ട് പോകണമൊക്കെ കാണാവേ. അതിനൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. കാരണം ഇവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മടുത്ത് കേട്ടോ. പിന്നെ അപ്പുറത്തൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാമല്ലോ. എന്ത് ചെയ്താൽ അമ്പാടി ഒരു ഊഞ്ഞാലിലും കയറുന്നുമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ് കേട്ടോ മണ്ണൊക്കെ വാരി. അപ്പോൾ ഞാൻ ഓർത്തു ഞങ്ങൾക്ക് എന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കറങ്ങിത്തിരിഞ്ഞ് ബീച്ചിലോട്ട് പോകുവാണേ. ഇപ്പോൾ ഇവിടെ വലിയ ആളൊന്നുമില്ല കേട്ടോ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് തിരക്കായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ. അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയില്ല. സാധാരണ ഞങ്ങൾ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് കേട്ടോ വേറെ എങ്ങോട്ടും പോകത്തുള്ളൂ. അപ്പോൾ ഇത്തവണ അമ്പാടിനെ പാർക്ക് കാണിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ദേ ചേട്ടൻ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകണമെന്ന് വെച്ചേ. അപ്പോൾ അനിയൻ പറഞ്ഞ് വണ്ടിയിൽ പോകാം, കാരണം അത്രയും ദൂരം നടക്കണ്ടേ പിള്ളേരെയായിട്ട്, കുറച്ചങ്ങ് പോകണം കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ദേ ബീച്ചിൽ വന്ന് കേട്ടോ. അപ്പോൾ ദേ അമ്പാടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. ഒന്നാമത് മഞ്ഞും സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം തണുപ്പ് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ലല്ലോ. അങ്ങനെ ദേ ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ കുഞ്ഞിക്കുട്ടനെ കണ്ടപ്പോൾ ഐസ്ക്രീം ചേട്ടൻ ഒരു ഐസ്ക്രീം വെക്കുന്ന ആ ഒരു കോണില്ല, ആ ഒരു സംഭവം കൊടുത്തതാണ് കേട്ടോ. അവൻ കഴിക്കുമെന്ന് ഓർത്ത്, പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അമ്പാടിക്ക് ഐസ്ക്രീം കൊടുത്തു. പിന്നെ ആ ഒരു കോണിലേക്ക് കുറച്ച് പുരട്ടിയിട്ട് കുഞ്ഞിക്കുട്ടനും കൊടുത്ത് നോക്കുവാണ്. പക്ഷേ ആൾ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കും. ഓവർ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം കൊടുക്കാറില്ല കേട്ടോ.
അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ബജ്ജി മേടിക്കാനായിട്ട് പോകണേ. അപ്പോൾ അവരവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കട്ടെ, ഞങ്ങൾ വന്ന് ബജ്ജി മേടിക്കുകയാണ്. വൈക്കത്ത് എപ്പോൾ വന്നാലും ഈ ഒരു അഷ്ടമി സീസൺ എപ്പോൾ വന്നാലും ഞങ്ങൾ ബജ്ജി മേടിക്കാണ്ടിരിക്കത്തില്ല കേട്ടോ. എനിക്ക് മുളക് ബജ്ജീനൊക്കെ കൂടുതൽ ഇഷ്ടം മുട്ട ബജ്ജിയാണേ. അപ്പോൾ ഞാൻ അവിടെ താഴെയായിട്ടിരുന്ന് ഒരു പടിയയിലിരുന്ന് ബജ്ജിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനിയനൊക്കെ ബജ്ജി കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ അവിടെ ഈ ഒരു ലേസ് കണ്ടപ്പോഴത്തേക്കും അത് വേണമെന്നും പറഞ്ഞ് കരഞ്ഞു. കഴിക്കാനൊന്നുമല്ല, വെറുതെയാണ് കേട്ടോ, കഴിക്കത്തൊന്നുമില്ല. 1-2 എണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ആൾ കളയുവേ. പിന്നെ ഞാനാണ് കഴിക്കത്തുള്ളൂ, ചേട്ടനും അനിയനും കഴിക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ ചേട്ടൻ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ലേസ് മേടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ആൾ എന്താണേലും വേണമെന്ന് പറയും, പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും മേടിച്ചു കൊടുക്കും, പക്ഷേ ആൾ കഴിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ദേ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ കുറിക്കുന്നുണ്ട്. കുറേയൊക്കെ അവിടെ വന്ന കാക്കയ്ക്കും പ്രാവിനും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതാണ് ഇതേ കാക്ക അടുത്തടുത്ത് വന്നത്. അപ്പോൾ ഇത്ര അടുത്ത് കാക്ക വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു കൗതുകം തോന്നി ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഒരു സൈഡിൽ ഇരിപ്പുണ്ടേ. അങ്ങനെ അമ്പാടി ലേസൊക്കെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അവന് കഴിക്കാനൊന്നും അല്ല, വെറുതെ ഇങ്ങനെ മേടിച്ച് കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ കൊടുത്ത് ശീലിക്കണം, നല്ലതല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പോരുവാണേ. കാരണം ഇപ്പം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വിളക്കൊക്കെ വെക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പോരുവാണ് കേട്ടോ. പിന്നെ എങ്ങാനും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കുടയും വടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ അമ്പാടിക്ക് കരണ്ട് കോഴി വേണമെന്നും ഇങ്ങനെ കീ കൊടുക്കണ കോഴി വേണമെന്നോ എന്തൊക്കെയോ പറയുവാണ് കേട്ടോ കൊച്ചിനോട്. അപ്പോൾ ഞാനാണെ പറഞ്ഞു അങ്ങോട്ട് പോട്ടെ, അവിടെ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ആശ്വസിപ്പിച്ച് കാറി കൂവിയിരിക്കുമായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഞാനാണെ വഴക്കൊക്കെ പറഞ്ഞ് ഒരുവിധം വണ്ടിയിൽ ഇരുത്തി. കാരണം ഇവിടുന്ന് ഭയങ്കര ആളായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. ഇങ്ങനെ പിള്ളേരാണെന്നൊന്നും ചിലർ നോക്കത്തില്ല കേട്ടോ, ഇങ്ങനെ ഒരുപാട് ഒച്ച എടുക്കുമ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. അപ്പോൾ കരണ്ട് കോഴിയൊക്കെ മേടിച്ച് കീ കൊടുക്കണ കോഴി മേടിച്ച് 2 പേരും വഴക്കായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുകുട്ടനെ കെട്ടിപ്പിടിച്ചിരുന്ന് കോഴീനെയൊക്കെ കാണിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.